ഗായ്സ്, എല്ലാവർക്കും ബോണ്ടഡ് ബൈ ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആക്ച്വലി പ്ലാൻ ചെയ്തെടുത്തതല്ല, പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തെടുത്തതാണ്. രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അന്നേരം ഉണ്ടാക്കിയൊരു കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത ഒരു റെസിപ്പിയുടെ ഒരു ചെറിയ പോർഷൻ കാണിക്കാം എന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണ ഒഴിക്കുന്നു. കടുക് പൊട്ടിക്കണം. കടുക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി എണ്ണയൊന്നും കൂടി കൊളസ്ട്രോളൊന്നും വരുത്തി വെക്കണ്ട. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു 1-2 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഫ്ലെയിം ലോയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ ഇച്ചിരി ഒന്ന് ഇതായിപ്പോയി. എന്നിട്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഓൾറെഡി അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് റെസിപ്പി എന്താണെന്നുള്ളത് മനസ്സിലാവും. അരപ്പ് ഇട്ട് കൊടുക്കുക. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇത്രയും മാത്രം ഇട്ട് അരച്ചെടുത്താണ്. ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് ആ എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നല്ലോണം മൂക്കട്ടെ. അത് ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. വേറൊന്നുമല്ല, നമ്മുടെ പയറ് തോരനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പയറ് ഞാൻ ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വിട്ടുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇത് വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനിൽ വന്നത്. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ആ പയറ് വേവിച്ച് വെച്ചതും കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ഒന്നുകിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിക്കുക. പയറ് വേവിക്കുമ്പം ഞങ്ങളാണെങ്കിൽ ശകലം ഉപ്പ് പയറിലിട്ട് വേവിച്ചിട്ട് പിന്നെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാറാണ് പതിവ്. ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് മിക്സായി ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോഴത്തേനും പയർ തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.